ഹലോ നമസ്തേ, നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്. എൻ്റെ എനർജി ലെവലും കുറച്ച് കുറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മള് പുതിയ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഏറ്റവും സന്തോഷത്തോടു കൂടെ കണ്ണടച്ച് മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യം മനസ്സിൽ വിചാരിച്ച് റീഡിംഗ് കാണാം. ടെൻലെസ്സാണ്, ജനറൽലെസ്സാണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പം മുതൽ വാലിഡ് ആവുന്നത് എല്ലാ ഈശ്വരന്മാരെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമുക്ക് തോന്നും. ഓക്കെ, ഏറ്റവും നല്ല കാർഡ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. പേജ് ഓഫ് കപ്സും എപ്പിസ്റ്റസ്, കിങ് ഓഫ് പെന്റക്കിൾ, ക്യൂൻ ഓഫ് പെന്റക്കിൾ. കിങ്ങും ക്യൂനും അടുത്തടുത്ത് വന്നിട്ടുണ്ട്, സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു റീയൂണിയന്റെ കാര്യം. റീയൂണിയൻ സംഭവിക്കാൻ തന്നെ പോകണം. അവർ നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ഏറ്റവും ഹാപ്പി ആയിട്ട് അവരെ വെൽക്കം ചെയ്യാനായിട്ട് നിങ്ങൾ റെഡി ആയിട്ടിരിക്കണം. ചില സംശയങ്ങളൊക്കെ ഉണ്ടാവും. അവര് വിചാരിക്കും ഇനി ഇങ്ങോട്ട് വന്നാൽ ശരിയാകുമോ, കൺഫ്യൂഷൻ ഉണ്ടാവും. സ്വാഭാവികമായിട്ട് അങ്ങനെയല്ലേ. അത്രയും എല്ലാ പഴിയും തന്നിട്ടല്ലേ നിങ്ങളുടെ അടുത്ത് പോയിരിക്കുന്നത്. ചീറ്റിംഗ്, ചിലവരുടെയൊക്കെ ചീറ്റിംഗ് ആണ്, ചിലവരുടെ ഒന്നും പറയാതെ മിണ്ടാതെ ഇറങ്ങിപ്പോയതാണ്, ചിലവരുടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ, അങ്ങനെ പല കാരണങ്ങളും ഉണ്ടായിരിക്കും അവർ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടാകും. അപ്പൊ പോയ ആൾക്കാർ, നമ്മള് പൊതുവെ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലേ, മടങ്ങിപ്പോയ ശത്രു തിരിച്ചു വരുമ്പോൾ നമ്മള് കരുതിയിരിക്കണം എന്ന് പറയുന്ന പോലെ, അവർ ശത്രു അല്ല, ആരായാലും ബന്ധുവാണെങ്കിലും ശത്രു ആണെങ്കിലും പിണങ്ങിപ്പോയവർ തിരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ രണ്ടു തരത്തില് ചിന്തിക്കണം. ഒന്ന്, നമ്മളെ പക വീട്ടാനായിരിക്കോ അതോ അവരെല്ലാം മറന്ന് ക്ഷമിച്ച് പുറത്തിട്ടായിരിക്കോ വരുന്നതെന്ന്. ഈ ഒരു രണ്ട് കൺഫ്യൂഷൻ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇവര് ഈ ഇദ്ദേഹവും വിചാരിക്കുന്നത്. ഇനി നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഇന്ന് അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരുകയും വേണം. അങ്ങനെയില്ലേ, നമ്മളിപ്പോ കുട്ടികൾ കളിക്കാൻ പോയി കഴിഞ്ഞാൽ അമ്മ അടിക്കാൻ വേണ്ടി ഓടിച്ചിട്ടായിരിക്കും കളിക്കാൻ അവർ ഇറങ്ങി ഓടിയിട്ട്, ഭക്ഷണം കഴിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും കുരുത്തക്കൂടെ ഒപ്പിച്ചിട്ട് പണ്ടൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോഴത്തെ ജനറേഷനിൽ അങ്ങനെ കുറവാണ്. നമ്മുടെ ജനറേഷനിലൊക്കെ, അത് 90 കിഡ്സ് എന്ന് പറയുന്ന ആൾക്കാർ കൂടുതലും അമ്മയുടെ അടിയും വാങ്ങി വീട്ടിന് ചുറ്റും നമ്മൾ ഇറങ്ങി ഓടി നമ്മൾ എവിടെയെങ്കിലും ഒഴിഞ്ഞു നിൽക്കുക അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കളിക്കാൻ പോയിട്ട് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അമ്മ അടിക്കോ എന്നുള്ളൊരു ടെൻഷനിലല്ലേ നമ്മൾ തിരിച്ചു വരും. അതേപോലെ തന്നെയാണ് അവര് നിങ്ങൾ അവരെ എന്തെങ്കിലും ഇൻസൾട്ട് ചെയ്യോ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വിഷമം ഉണ്ടാക്കുവോ, അല്ലെങ്കിൽ നിങ്ങൾ അവരെന്തെങ്കിലും വഴക്ക് പറയോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനിലാണ് അവർ വരാനായിട്ട് നിൽക്കുന്നത്. അപ്പൊ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ട് കാണിച്ചു തരാം, എന്നിട്ടിട്ട് പോയതല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കരുത്. അവരോട് ക്ഷമിച്ച് പുറത്ത് മാപ്പ് കൊടുത്ത് വേണം അവരെ കൊണ്ടുവരുന്നത്. അഥവാ നിങ്ങൾക്ക് ഇനി ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വിട്ട് കളയുക, പറഞ്ഞ് മനസ്സിലാക്കി ഇനി എനിക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞ് അവരെ മടക്കി അയക്കാം. അല്ലാണ്ട് ഒരിക്കലും ഇങ്ങോട്ട് ഒന്ന് പറഞ്ഞ് അങ്ങോട്ട് 10 പറയുന്ന ഒരു പ്രകൃതത്തിലാവരുത് നിങ്ങൾ എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഹൈ പ്രീസ്റ്റസ് ആണ് വന്നിരിക്കുന്നത്. ഏറ്റവും ക്ഷമയോടുകൂടി അമ്മ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കണം. അവരെ സമാധാനത്തോടുകൂടി, നല്ല വാക്കുകളോടുകൂടി, നല്ല ചിന്തയോടുകൂടി, നല്ല പ്രവൃത്തിയോടുകൂടി, നല്ല പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടിരിക്കുക. മതദേവത, നിങ്ങളുടെ കുടുംബദേവതനെയോ അല്ലെങ്കിൽ അവരുടെ കുടുംബദേവതനെയോ അല്ലെങ്കിൽ ഏതാണോ അമ്മ ദൈവങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ മേരി ആയാലും നമ്മുടെ മഹാമായ ആയാലും ആരായാലും അവരെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ചിരിക്കുക എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത്. നിങ്ങളുടെ അവരെത്തുന്ന സമയത്ത് നിങ്ങളുടെ കരിയറിലും നല്ല ഗ്രോത്ത് ഉണ്ടാവാൻ പോകുന്നത്. നിങ്ങൾ പെന്റക്കിളുടെ കിങ് ആവാൻ പോകുന്നത്, പൈസയുടെ അധിപനാവാൻ പോവുകയാണ്. ക്യൂനാണെങ്കിലും അതെ, തിരിച്ചും അതേപോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഫിനാൻഷ്യലി ഫ്രീഡം ആണ് അവർ വരുന്ന സമയത്ത് ഉണ്ടാവുന്നത്. ചിലപ്പോൾ അവർ വന്നതുകൊണ്ട് ഉണ്ടാവുന്നില്ല, ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടല്ലോ, നാള് പ്രകാരം ഇന്ന ആൾക്കാരെ കല്യാണം കഴിച്ചാൽ നല്ല രീതിയിൽ ഉയർച്ച ഉണ്ടാവും, ചിലവർ ഡൗൺ ആവും എന്നൊക്കെ പറയും. നാളെയൊന്നും വിശ്വാസം ഇല്ല എന്നെങ്കിലും പറഞ്ഞിരുന്നാലും ചില സാഹചര്യങ്ങളിൽ അങ്ങനെ വരുന്നുണ്ട്. ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്ക് ഒരു സഫക്കേഷൻ വരുന്നുണ്ട് കേട്ടോ. അതാണ് എന്റെ എനർജി, ലോ എനർജിയിലാണ് ഞാൻ. കാരണം 2 ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു, എന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. 8 മണീന്റെ എന്റെ ക്ലാസ്, 9 മണിയുടെ ഞാൻ പഠിക്കുന്ന ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ എനർജിയിലുള്ള ഞാനൊരു വെറുതെ ആ വാക്ക് ആവർത്തിക്കുന്നില്ല. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അവർ വന്നു കഴിഞ്ഞതിന് ശേഷം ഏറ്റവും നല്ല കാലം തന്നെയാണ് നിങ്ങൾക്ക് വരാനായിട്ട് പോകുന്നത്. 2 പേര് കിങ്ങും ക്യൂനും പോലെ നല്ല അത്രയും എനർജറ്റിക്കായി നല്ലൊരു കുടുംബജീവിതം നിങ്ങൾക്ക് നയിക്കാനായിട്ട് സാധിക്കും എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കുന്നത്. എനിക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് സ്ട്രെങ്ത്താണ്. നിങ്ങൾ ഏറ്റവും നല്ല സ്ട്രെങ്ത് ആയിട്ടിരിക്കുക. നിങ്ങൾക്കൊരു ലൈഫിലൊരു നല്ല കാര്യം സംഭവിക്കുമ്പോഴും പല
അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടി വരാമല്ലോ, സ്വാഭാവികമാണത്, അതൊന്നും മാറ്റിയാൽ മാറില്ല. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരികയാണെങ്കിലും അല്ലെങ്കിൽ യൂണിവേഴ്സ് പല രീതിയിലുള്ള പരീക്ഷണങ്ങൾ നിങ്ങളെ കൊണ്ടുവന്ന് തരികയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാം സ്ട്രെങ്ത്തായിട്ട് നിങ്ങൾ നേരിടണം എന്നാണ് എനിക്കിവിടെ പറയാനുള്ള മെസ്സേജ്. പിന്നെ ഒരുപാട് പേർക്ക് ഞാൻ ഹീൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്, റിലേഷൻഷിപ്പ് ഹീലിംഗ് നന്നാക്കിയും കൊടുക്കുന്നുണ്ട്. അതായത് ഇനി കുറച്ച് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അവർ വേണ്ട, റിയൂണിയൻ ആവുമെന്ന് പറഞ്ഞ് റിയൂണിയൻ ആയിട്ടും ചിലവർ വേണ്ട എന്ന് പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർ വന്നിട്ടും ചിലപ്പോൾ നല്ല വഴക്കും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേണ്ടാന്നാണെങ്കിൽ അവരെ മറക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട്. എനിക്ക് അവരുടെ ചിന്തകൾ ഓർമ്മകളെല്ലാം മറക്കണം, എനിക്ക് നല്ലൊരു പുതിയ വ്യക്തിയായിട്ട് മാറണം എന്ന് പറയുന്നത്. അതിനുള്ള വഴിയും ഞാൻ ചെയ്തു തരുന്നുണ്ട്, അങ്ങനെ വേണമെങ്കിലും വരാം. ഓക്കെ, കാരണം അവർ നിങ്ങളുടെ കാർമിക് എനർജി കാർമിക് റിലേഷൻഷിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെ കൊണ്ട് നിങ്ങളുമായിട്ടൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്നും മറക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ മറക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അതിനുള്ള സാഹചര്യങ്ങൾ ചേഞ്ച് അതിന് ഞാൻ ചെയ്ത് തന്നിട്ട് പിന്നെ ലാസ്റ്റ് എനിക്ക് തിരിച്ചു വരണം പറഞ്ഞിട്ട് വരാനും പറ്റില്ല കേട്ടോ, അതും പറയാം. ഓക്കെ, അല്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ ഹീലിങ്ങിനായിട്ട് നമ്മുടെ ബ്രേസ്ലെറ്റ്സോ അല്ലെങ്കിൽ എലസോ പൂജയോ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മൾ ചെയ്തു തരുന്നുണ്ട്. ക്ലാസ് ഉണ്ട്, കോഴ്സ് ഉണ്ട്, 30 ദിവസത്തെ കോഴ്സ് ഉണ്ട്. കോഴ്സിനോടൊപ്പം തന്നെ നമുക്ക് ഫ്രീ റീഡിങ്ങും തരുന്നുണ്ട്, കൗൺസിലിങ്ങും തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് 30 ദിവസത്തെ ക്ലാസ്സും തരുന്നുണ്ട്. എപ്പം മുതലാണോ നിങ്ങൾ കോഴ്സിൽ ജോയിൻ ചെയ്തത് അത് മുതൽ 1 മാസത്തേക്കാണ് നമ്മുടെ പാക്കേജ്. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ. ഭഗവാൻ ഹരേ കൃഷ്ണ. താങ്ക് യു.